അപ്പം ചേച്ചി നല്ല ഉറക്കാണ്. നമുക്ക് ചേച്ചിക്കുള്ള സർപ്രൈസ് കൊടുക്കാം. ഞാൻ പറഞ്ഞത് കേക്ക് കൊണ്ടോന്ന് അറിയില്ല, എന്താണേലും സർപ്രൈസ് കൊടുക്കാം. ഓക്കെ, ആരെയും എണിച്ചിട്ടില്ല കേട്ടാ. വല്യമ്മ എണിച്ചിട്ടുണ്ട്. ഞങ്ങൾ വല്യമ്മേനോടൊന്ന് എത്തിച്ചിട്ട് സൈക്കിൾ എടുക്കാൻ പോവാണ്. ഞാൻ കയറിക്കോളട്ടെ, കാർ പുറത്തേക്ക് നീ കയറണ്ട. കൊതുക്കൾ അപ്പോൾ ആളവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഡോർ അടച്ചെടുക്കാണ്. ഇനി അമ്മൂട്ടീനെ പോയി വിളിക്കണം, പായുമ്പോൾ പോയി വിളിക്കണം കേട്ടോ ചേച്ചീനെ. അമ്മ ഇവിടെ ക്യാമറയും കൊണ്ട് ചേച്ചി അന്നാ അമ്മയും കൂടെ വരാം. അങ്ങനെ സെറ്റ് ചെയ്ത് ചേച്ചിയുടെ എക്സ്പ്രഷൻ കിട്ടില്ല. അന്ന് നമുക്ക് ഇവിടെ മൊബൈൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. പക്ഷെ സൂം ചെയ്തെടുക്കാൻ പറ്റില്ല, പ്രശ്നം. ചേച്ചിയുടെ മുഖത്ത് എക്സ്പ്രഷൻ കിട്ടണ്ട. ചേച്ചി എന്താണ് എക്സ്പ്രഷൻ? ചേച്ചി ചേച്ചിക്ക് ഒന്നും ഉണ്ടാവില്ല എക്സ്പ്രഷൻ, എന്നാലും ജസ്റ്റ് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി എടുക്കാം. ചേച്ചി ഇങ്ങനെ പിടിക്കുന്നത് അതുകൊണ്ട് ഇരിക്കുന്നോ നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ അങ്ങോട്ട് വരണ്ട, ഇവിടെ നാദി മഴ പെയ്താൽ എൻ്റെ മൊബൈലിൽ നനയുമല്ല നനയും. അതിലടക്കി അവളാണ് പെട്ടെന്ന് എനിക്ക് വന്നത്. ഇവിടെ സെറ്റ് ചെയ്ത് വെക്കട്ടെ നമുക്കിങ്ങനെ, മഴ പെയ്യാണ്ടിരിക്കട്ടെ. സൂം ചെയ്ത് കാണിക്കാം നമുക്ക് എക്സ്പ്രഷൻ എന്താണെന്നുള്ളത്. ഇപ്പോൾ ഓക്കെയാണ്. സൈക്കിൾ ഇല്ല, ഓക്കെയാണ്. സൈക്കിളും കണ്ടിപ്പോൾ അവിടെ പഴയ ഡോറിൻ്റെ അവിടെ പോയി നിന്നേ നോക്കട്ടെ. ഓക്കെയാണ്. കുഴപ്പമില്ല. ഫുൾ സൈസ് ഇട്ടുണ്ടമ്മ. നീച്ചീനെ പോയി വിളിക്കാം നമുക്ക്. പക്ഷെ ഇത് ലോങ് വീഡിയോ ആണ്, നമുക്ക് ഷോർട്ട് വീഡിയോ. എക്സ്പ്രഷനും ഇല്ലാത്ത അയ്യോ നോക്കട്ടെ, മുഖം നോക്കട്ടെ. അയ്യോ അടുത്തുൽക്കടനും പായ എനിക്ക് വയ്യ. എല്ലാ എക്സ്പ്രഷനും ഉണ്ടായി ചേച്ചിക്ക്. വീഡിയോ എടുത്തിട്ടാ കാലത്ത് തന്നെ കെട്ടി പറഞ്ഞ് വീഴല്ലേ. വീഡിയോ എടുത്തിട്ട് പായോ, കല്ലുമ്മ വീണ നല്ല വേദന ഉണ്ടാവേ. ഉദ്ഘാടകന് പായു വീഴരുതേ. ഇതാ പോണത്. അമ്മൂട്ടി ഒന്ന് ചവിട്ടി വെക്കടാ. വാ ഇങ്ങോട്ട് വായോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി. ഇന്നും നമ്മൾ തട്ടിക്കൂട്ട് നമ്മുടെ ഉപ്പുമാവുമ്മൽ തന്നെയാണ് കേട്ടോ. കാരണം സമയമില്ല. സൈക്കിളുമ്മൽ നിന്നിട്ടേ സമയം പോയി. അപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. എൻ്റെ അടുക്കളയിലത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് രക്ഷയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഉപ്പുമാവ് ഇതിൽ എന്താ പറയുക, സമയമില്ലാത്തതുകൊണ്ട് പച്ചമുളകില്ല, ഇഞ്ചിയില്ല, വേപ്പലില്ല, ഒന്നുമില്ല. വേപ്പല വേണം നമുക്ക് അപ്പുറത്തുനിന്ന് പിള്ളേരോട് പൊട്ടിച്ചുകൊണ്ട് അമ്മ അവർ പൊട്ടിക്കിട്ടോ. അപ്പോൾ പഴം ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് ചോറും കറിയൊക്കെ വെക്കാണ്ട് കേട്ടോ.
നമ്മൾ പിറന്നാളാകുമ്പോൾ ഫസ്റ്റ് തന്നെ മധുരം കഴിച്ചിട്ടുണ്ട് കേട്ടോ, ബാക്കി എന്ത് സാധനങ്ങളും ചെയ്യുള്ളൂ. അപ്പം അമ്മൂട്ടി പല്ല് കഴിച്ചിട്ടുണ്ട്. ശരിക്കും പല്ല് തേക്കിനെക്കാട്ട് മുന്നാണ് കൊടുക്കേണ്ടത് മധുരമൊക്കെ, വായ കഴുകിയിട്ട് അങ്ങനെയാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞാൻ പല്ലേപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാറുള്ളൂ. അപ്പോൾ സ്പൂണിൽ കൊടുക്കാറുള്ളൂ എന്നൊക്കെ കമൻറ്റ് ചിലപ്പോൾ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് നേരം വൈകിട്ടുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും അടുക്കളയിൽ പണി വന്ന് കഴിക്കണം, ഇവർക്ക് സ്കൂളിലേക്ക് പോകണമല്ലോ. അപ്പോൾ അതിൻ്റെ ധൃതിയിലായതുകൊണ്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ വാരി കൊടുത്തു. പിന്നെ അമ്മമാരല്ലേ, കുഴപ്പമുണ്ടാവില്ല അല്ലേ, അങ്ങനെ വിചാരിക്കാം. മുടി ഇങ്ങനെ കെട്ടിയിട്ടിട്ട് നടക്കാൻ പാടില്ല കേട്ടോ. ശരിക്കും മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാനങ്ങനെ നടക്കാറുണ്ട്. മുടി വലിയും നന്നായിട്ട്. അപ്പോൾ അങ്ങനെ ആരും കെട്ടിട്ട് നടക്കാൻ കേട്ടാ എൻ്റെ ഈ അഭിപ്രായം കണ്ടിട്ട്. ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ, കാലത്തെ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലൊക്കെ ഉള്ള ഓട്ടപ്പാച്ചലിൻ്റെ ഇടയിൽ ഓരോന്നൊക്കെ ചെയ്യണതാണ്. അപ്പോൾ ചോറ് കുക്കറിൽ കയറ്റിയിട്ടുണ്ട്. അടുത്ത് ഞാൻ പരിപ്പ് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് സദ്യയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. സദ്യ നമ്മൾ ഇന്ന് ഡേറ്റ് ഓഫ് ബർത്താണ്, പിറന്നാളാണ് കേട്ടോ. സാധാരണ നമ്മൾ സദ്യയും പായസമൊക്കെ വെച്ചിട്ട് ആഘോഷിക്കാറുള്ളത്. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്ന് കേക്കൊക്കെ മുറിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് അമ്മൂട്ടിയുടെ ഫ്രണ്ട്സ് 2 വരുന്നുണ്ട്. 2 വരുന്നു പറഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ കൊണ്ടാക്കാൻ പോയപ്പോൾ ഒരാൾ കണ്ടപ്പോൾ ആൾ പറഞ്ഞു ആൾ വരാനില്ല, ആൾക്ക് എന്തോ വേറെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം മിക്കതും മാളൂട്ടി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇനിയിപ്പോൾ മാളൂട്ടി ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. എനിക്ക് ഉറപ്പൊന്നുമില്ല. ഈ നേരം നമ്മൾക്ക് നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞാട്ടാ. പക്ഷെ ഒന്ന് സൈക്കിള് സർപ്രൈസ് കൊടുക്കാൻ നിന്ന് എൻ്റെ നേരം മൊത്തം വരും. അതിൻ്റെ കഴിഞ്ഞ വിളക്ക് വെച്ചാ മാളുട്ടി എന്ന് പറഞ്ഞത് എൻ്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. എൻ്റെ മാമൻ്റെ മോളെ കുട്ടിയാണ്. നമ്മുടെ വീട്ടിൽ 4 പെൺപിള്ളേർ ഒരുമിച്ചാണ് ഉണ്ടായത് കേട്ടോ. അതായത് 3 മാസത്തെ ഗ്യാപ്പിൽ 4 പെൺപിള്ളേർ ഒരുമിച്ച് എൻ്റെ മാമൻ്റെ വീട്ടിലുണ്ടായത് കേട്ടോ. ആദ്യത്തെ ആളാണ് മാളുട്ടി എന്ന് പറയുന്നത്. പിന്നെ ഒരു 3 മാസത്തെ ഗ്യാപ്പിലാണ് നമ്മുടെ ദേവുട്ടി ഉണ്ടായത്. അതിനുശേഷം 3 മാസത്തെ ഗ്യാപ്പിൽ തീർത്ത ഉണ്ടായി. പിന്നെ 3 മാസത്തെ ഗ്യാപ്പിലാണ് അമ്മുട്ടി ഉണ്ടായത്. അങ്ങനെ 4 പെൺപിള്ളേർ ഒരേ സമയത്ത് ഉണ്ടായിട്ടോ നമ്മുടെ വീട്ടിൽ. ഇന്നലെ തന്നെ നമ്മൾ പാലൊക്കെ വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പാല് വാങ്ങിച്ചു കൊണ്ടിട്ട് അത് അടുക്കളയിലാണ് കൊണ്ടുപോയി വെച്ച് ഫ്രിഡ്ജിലൊക്കെ മറന്നുപോയി. അപ്പോൾ ഞാൻ ഇന്ന് കാലത്ത് എനിക്കൊരു ഒരു വെളിപ്പാടുണ്ടായതാണ് അഞ്ചരയ്ക്ക്. അയ്യോ, ഞാൻ പാലൊന്നെല്ലാം വാങ്ങിച്ചു കൊണ്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചില്ലല്ലോ എന്ന് വെച്ചിട്ട് ആ നേരത്തെ തന്നെ വേഗം എണീറ്റ് പോരുകയും ചെയ്ത് നോക്കിയപ്പോൾ അത് ഫ്രീസറിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മൂട്ടി എടുത്ത് വെച്ചതാണ്. ഇന്നലെ അടുക്കളയൊക്കെ ആകെ വൃത്തികേടായിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് തീരെ വയ്യായിരുന്നു, ഫുള്ള് കടുപ്പിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവളാണ് അടുക്കളയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൂപ്പരാൾ ആ നേരത്തെ തന്നെ പാല് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് വലിയ ആശ്വാസമായി, അല്ലെങ്കിൽ ആ പാല് മൊത്തം കേടായി പോയേനെ കേട്ടോ. അപ്പോൾ പായസം വെക്കുകയും വേണം, കുറച്ച് പാൽ നമുക്ക് മാറ്റി വയ്ക്കാം. ചായ വെക്കാൻ വേണ്ടിയിട്ട് വൈകിട്ട് ഇനി പിള്ളേർ വരികയാണെങ്കിൽ അവർക്ക് പാൽ ചായ കൊടുക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് പാൽ മാറ്റി വയ്ക്കുകയും വേണം കേട്ടോ. പണ്ട് എൻ്റെ അച്ഛനുണ്ടാകുന്ന സമയത്ത് ഒരിക്കലും മുടങ്ങാതെ ചെയ്ത് തരുന്ന ഒരു കാര്യം, നമ്മുടെയൊക്കെ പിറന്നാളാകുമ്പോൾ നമുക്ക് ആ ഒരു ദിവസത്തെ ഓർമ്മ എന്ന് പറയുന്നത് ഈ ഒരു പായസമാണ് കേട്ടോ. സേമിയ പായസം അല്ലെങ്കിൽ പാൽപ്പായസം അച്ഛൻ അന്നത്തെ ദിവസം എന്തായാലും വെച്ചിരിക്കും. അത് അച്ഛൻ തന്നെയാണ് വയ്ക്കുക. അച്ഛൻ തന്നെ സൊസൈറ്റി പോവും, കാലത്ത് എണീറ്റ് പാല് 2 ലിറ്ററോ 2.5 ലിറ്ററോ പാല് വാങ്ങിച്ചു കൊണ്ടുവരും. സേമിയ ഉണ്ടായിരിക്കും, നെയ്യ് ഉണ്ടായിരിക്കാണ്ട് എല്ലാ സംഭവങ്ങളും അച്ഛൻ തന്നെയാണ് കേട്ടോ വാങ്ങിച്ചു കൊണ്ടുവയ്ക്കുന്നതും ഉണ്ടാക്കണതും. കാലത്ത് നമ്മൾ എണിക്കുമ്പോഴേക്കും ആളാ പായസം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒന്നല്ലെങ്കിൽ നമ്മൾ എണീറ്റ് കാണിച്ചിട്ടുണ്ടാവും, എന്നാലും ആളാ പായസം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇപ്പം കോമഡി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, പക്ഷെ അത് ശരിക്കും നോക്കിയാൽ അതൊരു കോമഡി അല്ല. പക്ഷെ എന്നാലും നമുക്കിപ്പോൾ കോമഡി ആയിട്ട് നമുക്കത് പറയാൻ പറ്റും. എന്താ വെച്ചാൽ എൻ്റെ പിറന്നാൾ, അച്ഛൻ്റെ പിറന്നാൾ, ചേട്ടൻ്റെ പിറന്നാൾ, ഈ ഒരു 3 ദിവസങ്ങളിലാണ് നമ്മുടെ വീട്ടിൽ പായസം വെപ്പുള്ളത്. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ പായസം വെക്കും കേട്ടോ, ഇല്ല എന്നല്ല. ഈ 3 ആളെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരാളും കൂടി ഉണ്ടല്ലോ, അമ്മയുടെ പിറന്നാളിൽ ഇന്ന് വരെ പായസം വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. അമ്മയും കഴിച്ചിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, അമ്മയ്ക്ക് അമ്മയുടെ പിറന്നാൾ എന്താണെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും അറിയില്ല. ഏപ്രിലാണെന്നുള്ളൊരു ഓർമ്മയുണ്ട് എനിക്ക്, അത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. ഏപ്രിലോ മെയ്യിലോ ആണ് അമ്മയുടെ പിറന്നാൾ വരുന്നത്. ഒരു വെഡിങ് ആനിവേഴ്സറിയും ആ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ. ഇപ്പോഴാണെങ്കിലും ഇപ്പം അച്ഛൻ്റെ പിറന്നാളൊക്കെ നമ്മൾ കേക്കൊക്കെ മുറിക്കാറൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയിരിക്കും,
പക്ഷേ അതെന്തോ അങ്ങനെ ആയിപ്പോയി, എനിക്കറിയില്ല. എപ്പോഴും ഞാൻ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ പിറന്നാളാണെങ്കിലും നമ്മുടെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പോണേക്കാട്ടും മുന്നേ നമ്മളെല്ലാവരും കൂടെ ഒരു കേക്കൊക്കെ വാങ്ങിച്ച് മുറിച്ച് ആഘോഷിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു കുഞ്ഞാഘോഷം. നമുക്കങ്ങനെ വല്ലാണ്ട് ആഘോഷിക്കാൻ വേണ്ടി മാത്രം ആൾക്കാരൊന്നുമില്ല. ഞാനും ശ്രീമോളും പിള്ളേരും അമ്മയും ഒക്കെ കൂട്ടിയിട്ട് ഒരു കുഞ്ഞൊരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു. അത്രയല്ലേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ അന്നത്തെ ദിവസം ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനും കൂടുതലൊന്നും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ അച്ഛൻ്റെ പിറന്നാൾ എന്തുകൊണ്ടാണ് മറക്കാത്തതെന്ന് വെച്ചാൽ എൻ്റെയും അച്ഛൻ്റെയൊക്കെ നാളൊന്നാണ്, അമ്മയുടെയും ചേട്ടൻ്റെയും നാളൊന്നാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതേപോലെ എൻ്റെയും അച്ഛൻ്റെയും നാളൊന്നാണ്. ഒരേ സമയത്താണ്. എൻ്റെ കർക്കിടകത്തിലും അച്ഛൻ്റെ ചിങ്ങത്തിലുമാണ് പിറന്നാൾ വരിക. അപ്പോൾ അതൊന്നും അങ്ങനെ മറന്നു പോവില്ല, അടുത്തടുത്തായതുകൊണ്ട് കേട്ടോ. പക്ഷെ അമ്മയുടെ ഇപ്പോഴും എപ്പോഴും ഇങ്ങനെ മറന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. പള്ളി പറ അമ്മ വാങ്ങിച്ചതാണ് കേട്ടോ. കുട്ടി അന്ന് അമ്മേനോട് ഗൾഫിൽ വെച്ച് പറഞ്ഞപ്പോഴേ അമ്മ നോട്ട് ചെയ്ത് വെച്ചിട്ട് വാങ്ങിയ സാധനം. നിങ്ങൾ കണ്ടില്ലല്ലോ അന്നത്തെ വീഡിയോയിൽ. നമ്മൾ അന്നത്തെ വീഡിയോയിൽ രണ്ട് സംഭവം. പക്ഷെ ഇതാള് ലൈറ്റ് കത്തും, ചാർജ് ചെയ്യണം. ചാർജ് ചെയ്താലേ ലൈറ്റ് കത്തുള്ളൂ. ഇതാ കുട്ടിയുടെ പിങ്ക് പാൻറ്. ഭക്ഷണം കഴിക്കിട്ട് എന്നിട്ട് പിങ്ക് പാൻറല്ലേ ഇതെന്താ എന്താ അറിയില്ല. പ്രേമലൂരുണ്ടോ? ചാർജ്. ഞങ്ങളുടെ ഗിഫ്റ്റ് വീഡിയോ എങ്ങനെയൊക്കെ ഇട്ടാ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാനാണല്ലോ. കൂട്ടർ ഗിഫ്റ്റ് നോക്ക്. ഭക്ഷണം കഴിക്കണത് ഇതന്നെയാണ് പാലിന്റെ എന്റെ കയ്യിൽ നിന്ന് 500 രൂപ അമ്മ വാങ്ങിക്കൊണ്ടിരുന്നില്ലേ. അത് അവള് നിനക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിട്ട് തന്ന 500 രൂപയാണ്. ഇതിനെ ഞാൻ എവിടെയോ കണ്ടുവരുന്നുണ്ട്. എവിടെ കണ്ടുവരുന്നില്ലേ? വാടകപ്പള്ളിയില എവിടെ എവിടെയോ ഒരു കടയിൽ. ഫ്ലിപ്കാർട്ട് എന്താ ഇഷ്ടയാ? ഒന്നുകൊണ്ട് കാണിച്ചു കൊടുത്തവർക്ക്. എന്റെ മോൾക്ക് എക്സ്പ്രഷൻ ഇങ്ങനെയൊക്കെ ഇടാനാണുള്ളൂ കേട്ടാ. അവർ കണ്ടിട്ടുണ്ട് ഓൾറെഡി. ഞാൻ മാത്രമൊന്നും അറിഞ്ഞില്ല. നീ മാത്രമൊന്നും അറിഞ്ഞില്ല. അയ്യോ എന്റെ പാല് പൂപ്പ. 100 വട്ടം ചായക്കടയ്ക്ക് നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ കടയ്ക്ക് പോകും. പക്ഷെ എന്നാലും പകുതി സാധനങ്ങൾ മറക്കും. എപ്പോഴും വിചാരിക്കും എഴുതിയേക്കണം. പക്ഷെ അതങ്ങനെ എന്താ പറയുക, ഇപ്പോൾ കാലത്തൊരു ചായക്ക് ഇപ്പം ടീ ബാഗ് ഇട്ടിട്ടുള്ള ചായ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഇപ്പം നിവർത്തിയില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ടീ ബാഗ് തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും ജസ്റ്റ് മുക്കിയൊക്കെ വേണ്ടുള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് എന്തോ ആ ഒരു സ്ട്രോങ് ഫീൽ ചെയ്യില്ല ചായയുടെ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ടീ ബാഗ് ഇങ്ങനെ ഇട്ട് തിളപ്പിക്കാം. പണ്ടൊക്കെ ഒരു ചായക്കടയിൽ പോയിട്ടൊരു പെണ്ണ് ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അത്ഭുതമായിട്ട് തോന്നിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ഒറ്റയ്ക്ക് പോയി ചായ കുടിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അതൊരു വലിയ ഒരു എന്താ പറയുക പുരോഗമനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ പാലൊക്കെ ഏകദേശമൊക്കെ ഒന്ന് തിളച്ച് സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ വളരെ സിമ്പിളായിട്ട് ആണ് പായസം എപ്പോഴും വെക്കാറുള്ളത്. അങ്ങനെ വല്ലാണ്ട്
ചിലർ കാണാൻ കുറേ നേരം തിളപ്പിച്ചിട്ട് കുറുക്കിയൊക്കെ എടുത്തിട്ടൊക്കെ അങ്ങനെയൊക്കെ. ഞാൻ പാലിൽ അങ്ങനെ വല്ലാണ്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആ ഒരു കവറ് കഴുകി ഒഴിച്ച ഒരു വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിക്കിൽ തന്നെയാണ് കേട്ടോ ആ പാലിരിക്കുന്നത്. വല്ലാണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ അത് വല്ലാണ്ട് ലൂസായി പോകുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടില്ല. പക്ഷെ അധികം വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ തിക്ക് പാലിൽ പായസം ഉണ്ടാക്കി നോക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടുതൽ. പിന്നെ നമ്മൾ വല്ലാണ്ടിട്ട് വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ശരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഓരോരോ ഓർമ്മകളാണല്ലേ. ഈ പായസം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെ അച്ഛൻ്റെ മുഖം മാത്രമായിരിക്കും കേട്ടോ. വേറൊരാളും ആ ഭാഗത്തേക്ക് കടന്നു വരുന്നില്ല എന്ന് പറയാം. അത് പിന്നെ എത്ര വലിയ ഭൂകമ്പം ഉണ്ടാക്കിയിട്ട് സൃഷ്ടിച്ചിട്ടുള്ള ഒരാളാണെങ്കിലും എൻ്റെ മനസ്സിലേക്ക് എൻ്റെ അച്ഛൻ മാത്രം ആ ഒരു സമയത്ത് വരുള്ളൂ കേട്ടോ. ഇവിടെ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോഴും വരുന്നത് ആ ഒരു മുഖം തന്നെയാണ്. പക്ഷേ രണ്ടിനും രണ്ട് വ്യത്യസ്ത മുഖങ്ങളാണെന്ന് മാത്രം. അപ്പം നമ്മുടെ പായസത്തിൻ്റെ അവസാന സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഏലക്കായൊക്കെ മുറിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ പറയും ഏലക്കായ എങ്ങനെ ഇടരുത്, അതിൻ്റെ ഉള്ളിലത്തെ കുരു മാത്രമേ ഇടാൻ പാടുള്ളൂ എന്നൊക്കെ ഞാൻ കുറേ റീൽസും അതുപോലെ തന്നെ ഷോർട്സൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴേക്ക് സമയമില്ല കേട്ടോ, അതിനൊന്നും എനിക്ക് സമയമില്ല. സമയം 8 മണി ആവാനാണ് പോണത്. എനിക്ക് എങ്ങനെയെങ്കിലും അമ്മൂട്ടീൻ്റെ ഒരു തുണ്ടെങ്കിലും പായസം കുടിപ്പിച്ചിട്ട് വേണം പറഞ്ഞയക്കാൻ. ഏട്ടൻ വിളിച്ചത് അവിശ്യയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ സ്ഥിരമാണ്, സ്കൂളിലേക്ക് പോണക്കാട്ടും മുന്നുള്ള വിളി അത് ഇവിടെ പതിവാണ്. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനിങ്ങനെ അളവും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഒരു കൈക്കണക്ക് ഒരു മനക്കണക്കാണ്. അതിപ്പോൾ കറി വയ്ക്കുകയാണെങ്കിലും എനിക്കറിയാം എൻ്റെ കറിക്ക് ഇത്ര ഉപ്പും മതി എന്നുള്ളത്. അപ്പോൾ അത് എല്ലാ വീട്ടമ്മമാർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. അവസാനമായിട്ടൊരു ഒരു നുള്ളിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്തിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. എല്ലാവരും പറയാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് കേൾക്കാം. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമ്മുടെ പായസം എന്താ അവിടെ നല്ല തിളച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തെ ചേട്ടൻ്റെ വീട്ടിലേക്ക് കൊടുക്കാനുള്ളത് മാറ്റി വയ്ക്കണം. അമ്മൂട്ടിക്കൊരു എന്താ പറയുക കുഞ്ഞ് മതി, കാരണം ചൂടുണ്ട്. മൂപ്പരാളത് കുടിച്ചപ്പോൾ തന്നെ വായ പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പകർത്തുന്നത് ചേട്ടൻ്റെ ഓടിക്കാണ് കേട്ടോ. നമ്മളങ്ങനെ വല്ലാണ്ട് അധികം പായസമൊന്നും വെക്കില്ല, കുറച്ച് തന്നെ വെക്കുള്ളൂ. കുറേ വെച്ചിട്ട് കഴിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് കൂടുതൽ കുറച്ച് വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റും രുചിയും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ അപ്പുറത്തേക്കും കൂടെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാൽ ഏകദേശം ഒന്ന്, പിന്നെ ഇവിടേക്കും കൂടി ഉള്ളത് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. വൈകിട്ട് അവരെയും കൂടി ഉണ്ടാവും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ വരുമെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല, കാരണം ചേച്ചിയുടെ ആ ഒരു അന്നത്തെ നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കണ്ണിൻ്റെ, അതുവരെ മാറിയിട്ടില്ല. പിന്നെ മോൾക്ക് ഇതുപോലെ പനിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവളും വരുമെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. പനി അവൾക്ക് വലിയ തരക്കേടില്ല, കുഴപ്പമില്ലാത്തൊരു രീതിയിലുള്ളൂ. അപ്പോൾ ചിലപ്പോൾ പിള്ളേർ 2 പേരും ഉണ്ടാവും. ചേച്ചി വരാൻ ചാൻസ് വളരെ കുറവാണ്, കാരണം 2 കണ്ണിലേക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ ചേച്ചിക്ക്. ഇവരുടെ സ്കൂളിൽ ഇതുപോലെ പിറന്നാളാകുമ്പോൾ മിഠായിയും സാധനങ്ങളൊന്നും അലൗഡ് അല്ല കേട്ടോ. ചിലർ കൊണ്ടുവരുന്നവരുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. പകരം അതിന് വേണ്ടിയിട്ട് പിള്ളേർക്ക് പേനയോ പെൻസിലോ റബ്ബറോ സ്കെയിലോ സ്കെച്ച് പേനയോ കളർ പെൻസിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെയൊക്കെ കൊടുക്കുന്ന പിള്ളേരുണ്ട് കേട്ടോ. അതായത് കളർ ബോക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊടുക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്. എന്താ പറയുക അതിന്, ക്രയോൺസ്, അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അമ്മൂട്ടി ഇതാ പേനയൊക്കെ എണ്ണി വെക്കുന്നതൊക്കെ നമ്മൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ തന്നെ ഓൾറെഡി 2 പേർക്കുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഈ നേരമാകുമ്പോൾ ഞാനിവിടെ കിടന്ന് ഓട്ടപ്പാച്ചിലൊക്കെ എടുക്കേണ്ടി വരുന്നതുകൊണ്ട് ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഗൾഫിൽ നിന്ന് വരുത്തിക്കാറാണ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഏട്ടൻ വരുമ്പോൾ കൊണ്ടുവരും, പറഞ്ഞിട്ട് കൊണ്ടുവരാറുണ്ട് കേട്ടോ. സമയം ഇന്ന് നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. 8 മണിയുടെ അലാറം അടിച്ചതിന് ശേഷമാണ് നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. 8:05 ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. കാരണം പുറത്ത് മഴയും പെയ്യുന്നുണ്ട്. മഴ വല്ലാണ്ടില്ല, ശക്തിയായിട്ടുള്ള മഴയല്ല, ചെറിയൊരു ചാറ്റലുണ്ട്. പക്ഷെ എന്നാൽ ആ ചാറ്റൽ കൊണ്ട് തന്നെയാണ് നമ്മൾ പോയത്, കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ പായുമ്പടെ മുടി അമ്മൂട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കതൊരു വലിയ ആശ്വാസമായിരുന്നു കേട്ടോ. ഞാൻ പറയാറില്ലേ ഇപ്പോഴായി പിന്നെ അവളാണ് പായുവിൻ്റെ മുടി കെട്ടിക്കൊടുക്കാറുള്ളത്. അപ്പോൾ എനിക്ക് ഈ ധൃതി പെടുന്ന സമയം എന്തൊക്കെയാണ് ഞാൻ പറയണ്ടല്ലേ, ഫുള്ള് വലിയാണ് കേട്ടോ വരുന്നത്. ഈ ധൃതിയുള്ള സമയത്ത് എന്നെ സംബന്ധിച്ച് അത് വലിയൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ. ഇവർക്ക് പിറന്നാളിൻ്റെ അന്ന് പിള്ളേരെ മണ്ഡപത്തിൽ വിളിച്ചിരുത്തിയിട്ട് പൂജയും കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് ഓൾറെഡി ഉണ്ട് കേട്ടോ. ഞാൻ അമ്പലത്തിലേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷെ നമ്മുടെ സമയം നമ്മൾ അനുവദിച്ചില്ല. അപ്പോൾ വൈകിട്ട് നമ്മുടെ അമ്പലത്തിൽ എണ്ണയും തിരിയും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിറന്നാളാകുമ്പോൾ പിള്ളേർ ചെയ്യുന്നൊരു കാര്യമാണ് ലൈബ്രറിയിലേക്ക് പുസ്തകം കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ഇന്നാൾ പോയിട്ട് വാങ്ങിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അമ്മൂട്ടിക്ക് വേണ്ടി പായസം വെച്ചത് അമ്മൂട്ടി എങ്ങനെയാണ് കഴിക്കാണ്ട് പോവുക. ചൂടുണ്ട്, എന്നാലും കുറച്ച് ചൂടൊക്കെ ആറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാലും ആൾ കുടിച്ചപ്പോൾ ചെറിയൊരു ചൂടുണ്ടായിട്ടോ. അപ്പോൾ നാവ് പൊള്ളി എന്നാണ് പറയുന്നത്. ടേസ്റ്റ് ഉണ്ട്, ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പിറന്നാളിൻ്റെ കാലത്തെ, അതായത് ഈ ഒരു 5:30 തൊട്ടിട്ട് 8 മണി വരെയുള്ള ജഗപുകയാണ് നിങ്ങളിപ്പോൾ കണ്ടു തീർത്തത്.
ഇനി വൈകുന്നേരത്തെ സെക്ഷൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിറന്നാളിൻ്റെ വീഡിയോ കൂടെ കാണാനുണ്ട്. അപ്പം 3 വീഡിയോ ഞാൻ ഇതുമ്പോൾ പിടിച്ചിറക്കും കേട്ടോ. അതല്ല, ഇത് നിങ്ങൾ കാണിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമല്ലേ അല്ലേ? നിങ്ങൾക്കും അതൊരു സന്തോഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ആരും അങ്ങനെ ബോറടിച്ചെന്നൊന്നും പറയാൻ നിൽക്കരുതേ. ഇഷ്ടമാവുന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.